മാറ്റി ഞാൻ പറയാൻ ടൈം കിട്ടി. അവൻ ജോലി എടുത്തോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ പൂക്കൾ തിരിച്ചോണ്ടിരിക്കുകയാണ്. ജമന്തി 2 കളേഴ്സ് ഉണ്ടല്ലോ, മഞ്ഞയും ഓറഞ്ച്. അപ്പൊ 2 കളേഴ്സിലെ പൂക്കൾ ഞങ്ങൾ തിരിച്ചോണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിൽ ഒരു അത്തപ്പൂ ഇടാനാണ് ഉദ്ദേശം. എങ്ങനെ ആവുന്നു വഴിയെ കണ്ടറിയാം. പ്രത്യേകിച്ച് ഒരു ഐഡിയാസ് ഒന്നും ഇല്ല. ഓണം പിന്നെ പൂക്കൾക്കൊക്കെ ഈ പ്രാവശ്യം നല്ല വില കുറവുണ്ടായിരുന്നു. 100 രൂപ കണ്ടാ പറയുന്നത്. നിങ്ങൾക്ക് അറിയില്ലാത്ത അട്ടക്കട ഇടാൻ അറിയില്ലാത്ത കൂടുതലായിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സിമ്പിൾ ആയിട്ട് എങ്ങനെ വീട്ടിൽ പൂക്കൾ അധികം ഇല്ലാതെ കളയില്ല. ഞാൻ ഈ ഒരു സൈഡിലോട്ട് നട്ട് കളയണം. നട്ടെടുത്ത് കളയാം. വേണമെങ്കിൽ നമുക്ക് സൂക്ഷിച്ചേക്കാം. അതല്ല പച്ചക്കളർ കഴിച്ചല്ല അതുകൊണ്ട് തന്നെ ഒന്ന് വേസ്റ്റ് ചെയ്യേണ്ട. ഇവിടത്തെയും കൂടെ വാങ്ങിച്ചിട്ടില്ല. ആദ്യം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന് കഴിച്ചു കൊടുക്കാം. ഇതുവരെയായിട്ട് തുടങ്ങിയിട്ട് ആരംഭിക്കലാമോ? ഇനി നമുക്ക് അത്തക്കളോടാൻ വേണ്ടിയില്ല ഒരു ഡിസൈൻ വച്ചേക്കണ്ടേ. അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും ചോക്കിൽ എന്താണ് ഓയിൽ പേസ്റ്റ് കാണിച്ചു കൊടുക്കുന്നത്. അതായത് ചോക്കിൽ ഓയിൽ പേസ്റ്റ് എടുക്കാം. വൈറ്റ് ആണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ കോമ്പസ് മറ്റേ സാധനം ഇല്ലേ, ഇത് പെയിന്റ് ആണ്. അങ്ങനത്തെ ഇതെടുത്തിട്ട് ഡിവൈഡർ കൊണ്ട് റബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടിയിട്ട് 3 റബ്ബർ ബാൻഡ് ഉണ്ടാക്കണം. 3 റബ്ബർ ബാൻഡ് കെട്ടിയിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് വട്ടത്തിന് വേണ്ടി ഒരു ഇത് ചെയ്യുക. ഞാൻ ഏകദേശം 2 വട്ടം വരച്ച് വെച്ചാണ്. അതിന് വീഡിയോ എടുത്തതാണ്, പക്ഷെ കിട്ടിയില്ല, കുറച്ചായിപ്പോയി. ഇങ്ങനെ ഇതേപോലെ 2 വട്ടം വരച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഏകദേശം ഡിസൈൻ വർക്ക് വന്നത്. ഇതേ അളവിലെടുക്കാം. എന്നിട്ട് ഇവിടെ വെക്കാം. ഓക്കെ, റീലാട്ടെല്ലാം കണ്ടുപിടിച്ചോണം. എന്നിട്ട് ചോദിച്ചോണ്ടത് അല്ലെങ്കിൽ റിവൈൻഡ് ആയിട്ട് കാണും. എനിക്ക് ഈ ഐഡിയ വരെ എൻ്റെ അനിയനാണ്. അതുകൊണ്ടാണ് അവനെ എന്നിട്ട് പിന്നെ ഈ ആർക്കാണെന്നാ പറഞ്ഞത്. അവിടെ തന്നെയല്ലേ? ഇതേപോലെ എല്ലാം ചെയ്യണം. ഇത് ചെറിയ വട്ടം, അതിന്റെ മുകളിൽ കൂടെ വലിയ വട്ടം കൂടി ചെയ്യണം. അങ്ങനെ അത് മട ഇതായിരുന്നു. നിങ്ങൾക്ക് നല്ല അല്ല, ഈ നമ്മ ഇവിടെ ചെയ്യണം. നമ്മുടെ വീടിന്റെ ഒരു ഷെഡില്. അപ്പൊ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. യെസ് സിസ്റ്റർ, ഇതാണ് ഇങ്ങനെയാണ്. ഇതെല്ലാം വരച്ച് കഴിഞ്ഞിട്ടല്ലേ, ഇതെല്ലാം വരച്ച് കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടിയാണ് ഇവിടെ ഒരു വട്ടം വരയ്ക്കുക. എന്നിട്ട് അടിയാട്ടും ചെറിയൊരു വട്ടം അതിൻ്റെ അകത്തും കൂടെ വരയ്ക്കുക. അങ്ങനെ വരയ്ക്കണം ഗൈസ്. വേണ്ടല്ലേ? ഇത് മതി. അത് വേണ്ട. 2 ക്ലിപ്സ് വേണം. എന്നാ വരയ്ക്ക് കാണിച്ചു തരാം. അതേ സെയിം പ്രോസസ്, ഒരു ടച്ചും ഇല്ല.
സെയിം അത് തന്നെ. അപ്പോൾ ഗൈസ് നിങ്ങൾ വിചാരിക്കും ഇത് മാത്രമല്ലേ നമ്മൾ വരയ്ക്കണം കാണിച്ചുള്ളൂ, ഇത് എങ്ങനെയാണ്, ഇത് അത് തന്നെയാണ്. കുറച്ചും കൂടെ ഇതാക്കി വെച്ചാൽ മതി. അടിയാൽ സിമ്പിളായിട്ട് ഒരു ഇത് മെത്തേഡ് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വട്ടം വരയ്ക്കുക, അതിൻ്റെ കൂടെ ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, അങ്ങനെ വരച്ചുകൊണ്ട് ചെയ്യണം മതി വട്ടം. അതേപോലെ തന്നെ ഇങ്ങനെ നീട്ടി വരച്ചാൽ മതി. കുറച്ചും കൂടെ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ വെക്കുക, എന്നിട്ട് ഇവിടെയും തുടങ്ങുക, എന്നിട്ട് ഇവിടെ വെക്കുക, ഇവിടെയും തുടങ്ങുക, നന്നായിട്ട് നീക്കുക. എന്നിട്ട് അടുത്ത് അങ്ങനെ ഇതാക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ കിട്ടും. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുക. ഇത്രയും സിമ്പിൾ. ഈ ചെറിയ ഇതും കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് കാണിച്ചാൽ, അല്ലെങ്കിൽ ടൈം ലാപ്സ് വേണ്ട, നമുക്ക് എല്ലാം ഇതാക്കണ്ടല്ലോ, നമുക്ക് ടൈം ലാപ്സ് എടുക്കാം. അടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് ഡേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് ഇതുപോലത്തെ ഗ്ലാസ്സൊക്കെ ഉണ്ടാകും, ഇതുപോലത്തെ ചെറിയ ഗ്ലാസ് അതെടുത്തിട്ട് ഇങ്ങനെ സെൻറ്ററിൽ വെക്കുക, എന്നിട്ട് അടിഞ്ഞ് ചുറ്റി 2 വട്ടം വെച്ചെടുക്കുക. സിമ്പിളാണ്, അമ്പളാണ്, കൊമ്പളാണ്. എന്നിട്ടൊരു ഇതെല്ലാം കൂടെ ഒന്ന് ചുറ്റിയിട്ട് ഇതാക്കണം. അപ്പോൾ ഗൈസ് ഡേ ഇപ്പം പായസം വന്നു. ഒരാളിവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്താ ഇത് ചെയ്യിക്കുന്നത്, എന്താണിത് കണ്ട വയറല്ലേ വയർ. പൈസ ഇങ്ങനെ ചെയ്യുക. ചോക്കില്ലാത്ത കാരണം ഓയിൽ പേസ്റ്റേഴ്സ് ആണ് ചെയ്യണത്. അത് ഒരിപ്പില്ല, ഇങ്ങനെ വട്ടം വരച്ചുകൊണ്ടിരിക്കുക അല്ലെ വട്ടം വരയ്ക്കുക. അതിൻ്റെ മുകളിൽ കൂടെ ഒരു വട്ടം കൂടെ വരയ്ക്കുക. ഇതോടെ ചെയ്യണുണ്ട്. നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. വട്ടം കറക്റ്റായിരുന്നു എന്നോട് പറയരുത്. അതൊക്കെ താനെ കറച്ചായിക്കോളും പൂവിടുമ്പോ. പൂവിട്ട് നമുക്ക് കറക്റ്റാക്കാം. ഇതേപോലെ നിങ്ങൾ കാണുന്ന പോലെ ഇതേപോലെ വട്ടം വരയ്ക്കാൻ സിമ്പിളാണ്. കണ്ട ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് കാരണം മൂഞ്ചി. അത് കുഴപ്പമില്ല. ഇനി ഒരു 2 വട്ടം കൂടെ വരച്ചിട്ട് കംപ്ലീറ്റ് ആക്കാം. ഇവിടെ ഒരു വട്ടം, അതിൻ്റെ മുകളിൽ കൂടെ ഒരു വലിയ വട്ടം അടിയായിട്ട് വട്ടം കൂടെ വരച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്. ഇതെന്താ ചെയ്യണം? ഇവിടെ ഓറഞ്ച്, അവിടെ മഞ്ഞ, അങ്ങനെ മതി. ഓ മനസ്സിലായി. പൂവിടെ നല്ല ഭംഗിയുണ്ടാവും. ഞങ്ങളുടെ അവിടെ വെച്ച് ചെയ്തതാണ്. മനസ്സിലായി. അതവിടെ വട്ടം വരയ്ക്കാൻ സിമ്പിളായി. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരു എൻഡിൻ്റെ എങ്കിലും കളറിൻ്റെ ഫുള്ള് വട്ടം ആണ്. കറക്റ്റായി ഇത് കാണുന്ന പോലെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം.
ഈ ഒരു ഇങ്ങനത്തെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു വട്ടം കൂടെ വൈറ്റ് കഴിഞ്ഞിട്ട് ഓക്കെ ബൈ.